സഫി സോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ചാള മീൻ കിട്ടിയിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് മക്കൾക്ക് ചോറ് ഞാൻ വെച്ചൊരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സ്കൂളിലോട്ട് കൊടുത്താൽ മതിയെന്ന് വിചാരിച്ചു. ഞാൻ അവർക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം ചാളമീൻ ഫ്രിഡ്ജിൽ കിട്ടിയായിരുന്നു. നല്ല തണുത്ത വെള്ളത്തിലാണ് കിടന്നത്. അപ്പോൾ ഞാൻ ആ വെള്ളം ഒന്ന് മാറ്റിയിട്ട് അടുത്ത വെള്ളം എടുത്ത് എങ്ങനെയാണ് ചാളമീൻ വെട്ടുന്നതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ചാളമീനെ വെട്ടുന്നതൊക്കെ അറിയാം, പക്ഷെ എന്നാലും ആർക്കെങ്കിലും അറിഞ്ഞുകൂടെങ്കിലോ ഇരിക്കട്ടെ. അപ്പം ഞാനത് ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ വാലിങ്ങനെ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതിരിക്കാൻ വേണ്ടി വാലും കൂടെ ചേർത്ത് പിടിച്ചു വെക്കും. എന്നിട്ട് അതിൻ്റെ ആ ചെതുമ്പലം എന്ന് പറയില്ലേ, അതിങ്ങനെ ഇളക്കി ഇങ്ങനെ ചുരണ്ടി കൊടുക്കും. അപ്പോൾ നന്നായിട്ട് തണുപ്പ് മാറിയാൽ അതിങ്ങനെ പെട്ടെന്ന് ഇളകി വരും. അപ്പോൾ നല്ല ചാളമീനാണ്, നല്ല എന്താ പറയുന്നത്, അലുവാണ്, അലുവയല്ലല്ലോ, എന്താ പറയുക, കരിമ്പ് പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയില്ല, അത് കണക്ക് പിടയ്ക്കണ മത്തിയായിരുന്നു. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളകി വന്നു. അപ്പം ഞാൻ പൊരിക്കാനാണെങ്കിൽ ഇത് തല ഇങ്ങനെ എടുക്കും, തല ഇങ്ങനെയാണ് വെട്ടിയെടുക്കൽ, അല്ലെങ്കിൽ സാധാ പോലെ തന്നെ വെട്ടിയെടുക്കും. അപ്പം ഞാനിത് പൊരിക്കാനും കറി വയ്ക്കാനും വേണ്ടിയിട്ടാണ് വെട്ടുന്നത്. അപ്പം ചാളമീൻ വെട്ടി കറി വയ്ക്കണം, ചോറ്, പിന്നെ ചക്ക മേടിച്ചായിരുന്നു ഇന്നലെ. അപ്പം പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ കുഞ്ഞിലെ, എൻ്റെയൊക്കെ ചെറുതിലേക്ക് ആണെങ്കിൽ ചക്ക അങ്ങനെ പൈസ കൊടുത്തൊന്നും മേടിക്കേണ്ടി വരില്ല. കാരണം അപ്പുറത്തുനിന്നും ഒക്കെ ഇങ്ങനെ ചക്കയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആരെങ്കിലും വീട്ടിൽ ഒരാളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അപ്പോഴത്തന്നെ അടുത്തടുത്തുനിന്ന് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ കഷ്ണങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും അല്ല, ഇപ്പം അതൊക്കെ മാറി. ഇപ്പം തേങ്ങയായാലും ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും എല്ലാം തൂക്കി തന്നെ വാങ്ങണം, അങ്ങോട്ടും ഇങ്ങോട്ടും കടയിൽ നിന്ന് വാങ്ങണം, അല്ലെങ്കിൽ അത് വിൽക്കാൻ വെച്ചിരിക്കും അവിടെ നിന്ന് വാങ്ങണം. ഒരുപാട് മാറ്റങ്ങളാണ്. മുമ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എണ്ണമായിരുന്നു, തേങ്ങയൊക്കെ ഇത്ര രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് തൂക്കമായി, കിലോ കണക്കിനാണ്. 1 കിലോ 45-50 എന്തൊക്കെയാണ് റേറ്റ്. അപ്പോൾ എല്ലാം ഇപ്പോൾ തൂക്കിയും കടയിൽ നിന്നൊക്കെ വാങ്ങേണ്ട ആ ഒരു ഇതാണ് ഉള്ളത്. പക്ഷേ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അവിടെ നിന്നൊക്കെ ഇങ്ങനെ കിട്ടുമല്ലോ. അവിടെ അപ്പുറത്തെ വീട്ടിൽ അവർ ചക്ക അടത്താൽ അതിലൊരു പങ്ക്, മാങ്ങ അടത്താൽ അതിലൊരു പങ്ക്, അങ്ങനെ. അപ്പോൾ അടുത്ത് പിന്നീട് കണവ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കണവ തോരൻ വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാനത് കണവയും എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ മഷി പൊട്ടാതെ ക്ലീൻ ചെയ്തെടുത്താൽ അത്ര നല്ലതാണ്. ഇല്ലെങ്കിൽ ഫുൾ അതെല്ലാം കറുത്തു പോകും, ഈ കണവയെല്ലാം കറുത്ത് എന്തോ പോലെ ഉണ്ടാവും കാണാൻ. അപ്പം ഞാനത് അതും ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം അതും അറിഞ്ഞുകൂടാത്തവർക്ക് കാണാം, അതുപോലെ ചെയ്തു നോക്കാം. മീൻ വെട്ടുന്നത് ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമാണ്. നമ്മുടെ കിച്ചണിലെ കുക്കിംഗ്, അതായത് നമ്മളെ പാചകം ഭയങ്കര എളുപ്പമുള്ള പണിയാണ്. നമുക്ക് ഈ ഇഷ്ടമുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാം, നമ്മുടെ ജോലികളൊക്കെ വളരെ ഈസി ആക്കാൻ പറ്റും. ഞാൻ സാധാരണ മീൻകറിക്ക് അരച്ച് അടുപ്പിലോട്ട് വെച്ചിട്ടൊക്കെയാണ് മീൻ വെട്ടാൻ നിൽക്കുന്നത്. അപ്പോൾ മീൻകറി തിളയ്ക്കുമ്പോൾ എനിക്ക് മീൻ അങ്ങോട്ടുകൊണ്ട് ഇടാൻ പറ്റും, അങ്ങനെയാണ്. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും ചെയ്തില്ല. ആദ്യം ഞാൻ മീൻ വെട്ടി തന്നെയാണ് എടുത്തത്. മീൻ വെട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അപ്പം ഞാൻ വെച്ചാൽ അത് എടുക്കാമെന്ന്. അപ്പം അത് നോക്കിയപ്പോൾ അതിൽ കഷ്ണങ്ങളൊന്നും ഇല്ല, പിന്നെ അതെടുത്തിട്ട് കാര്യവുമില്ല, അതിനകത്ത് വേറെ ഒന്നും ഇല്ല എന്തായാലും. അപ്പോൾ പിന്നെ ഞാൻ ചാളമീൻ കറി വെച്ചു, പൊരിച്ചു. ചക്ക എലിശ്ശേരി എന്നല്ലേ പറയാം, എലിശ്ശേരി പോലെ, അതായത് ഇങ്ങനെ നീട്ടി വെക്കൂലേ, വെള്ളം പോലെ, അത് നല്ല ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കണവ തോരൻ വയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ എണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി ചതച്ചതിട്ട് കൊടുത്തു, അതിലേക്ക് സവാള അരിഞ്ഞതിട്ട് കൊടുത്തു, പിന്നീട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി പച്ചമുളക് ഇടാത്തത് കൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തത്. ഇപ്പോൾ പച്ചമുളകാണ് ഇടുന്നതെങ്കിൽ നമ്മൾ മുളക് പൊടി ഇടണ്ട. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് ഉപ്പും ഇട്ട് അടച്ചു വെച്ചു. നമ്മളൊരു 10 മിനിറ്റൊന്നും വേണ്ട, ഒരു ശകലം നേരം ഒന്ന് അടച്ചു വെക്കുമ്പോൾ തന്നെ ഈ കണവയിലുള്ള വെള്ളം ഇങ്ങനെ ഇറങ്ങും. നമ്മൾ ഈ കണവ ഓവർ കുക്കിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതായത് കുക്കറിലിട്ട് വിസിലടിപ്പിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നും വേണ്ട. കണവ അതിലുള്ള വെള്ളത്തിൽ തന്നെ വേവും, കണവയും കൊഞ്ചും ഒക്കെ. അങ്ങനെയൊക്കെ വേവ് കുറവാണ്. ചിലരൊക്കെ ഇങ്ങനെ കുക്കറിലൊക്കെ ഇട്ട് വിസിലടിപ്പിച്ച് അത് റബ്ബർ പോലെ ആയിപ്പോവും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഇട്ടത്. തേങ്ങയും മുളക് പൊടി, പിന്നെ ഗരം മസാല പൊടി, മഞ്ഞൾപ്പൊടി,
ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ശകലം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് തോരൻ അരയ്ക്കും പോലെ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ കണവ വറ്റിയിട്ടുണ്ട്. വെള്ളം വറ്റിയതിന് ശേഷം അരപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ ഉപ്പിടേണ്ടി വന്നില്ല. അതിനിടയിൽ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പോയത് ചാളമീൻ പുരട്ടി വെച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഫുൾ വീഡിയോ അങ്ങനെ എടുക്കാൻ വേണ്ടി നിന്നില്ല. അപ്പം ഞാൻ വെച്ചാൽ തോരൻ്റെ റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ തോരൻ ഇങ്ങനെ ചെയ്തുകൊണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു മുമ്പ് ഞാൻ ചെയ്തിരുന്നു എന്ന് തോന്നി. അപ്പോൾ റോസ്റ്റ് എന്തോ ആണ് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളത്. കണവ റോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല ടേസ്റ്റാണിത്. പിന്നീട് ഞാൻ ഉപ്പിട്ടില്ല കേട്ടോ. ആദ്യം ആ കണവ വേവിക്കാൻ നേരത്ത് ഇട്ട ഉപ്പ് തന്നെയാണ്. അപ്പം നല്ല ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ ഒരുപാട് മസാലകളിട്ട് വെക്കുന്നതിൽ നിന്നും ആവശ്യത്തിന് മസാലകൾ ചേർത്ത് കറികൾ വെക്കുമ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചിലരിടുന്ന കാണാം എന്താ പറയുക ഇങ്ങനെ ഒരുപാട് ഇട്ടാൽ കൂടുതൽ ടേസ്റ്റാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ ഇടുന്ന കാണാം. അപ്പോൾ അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിന് ഇട്ടാൽ മതി. മുളക് പൊടിയാണെങ്കിലും മഞ്ഞൾപ്പൊടിയൊക്കെ ആണെങ്കിലും ആവശ്യത്തിന് ഇട്ട് കുറച്ച് ആ കറിക്ക് എത്രയാണോ വേണ്ടത് അത്രമാത്രം ഇട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാൻ കണവ തോരൻ വെച്ചതിന് ശേഷം അതിനൊരു പാത്രത്തിലേക്ക് ഒരു കണ്ണാടി ബൗളിലേക്ക് ഞാൻ മാറ്റി വെച്ച്. കാരണം കുക്ക് ചെയ്ത സാധനങ്ങളെല്ലാം നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമുക്കത് വേണ്ടല്ലോ. അപ്പം ഞാൻ എന്തോ ചെയ്തു ഇങ്ങനെ എല്ലാം മാറ്റി വെക്കും. മീൻകറി അങ്ങനെയുള്ളതൊക്കെ ചട്ടിയിൽ തന്നെ വെച്ചിട്ട് ബാക്കി തോരൻ അതൊക്കെ മാറ്റി വെക്കും. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ്: ചോറ്, ചക്ക, മീൻ കറി, മീൻ പൊരിച്ചത്, കണവ തോരൻ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതായിരുന്നു. പിന്നെ പിള്ളേരുടെ സ്കൂളിലൊക്കെ പോയി അവർക്ക് ഫുഡ് കൊടുത്തിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. താഴെ വണ്ടി വെക്കാൻ പറ്റുള്ളൂ. സ്കൂളിന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. കോമ്പൗണ്ടിനകത്ത് വണ്ടി കയറ്റാൻ പാടില്ല. അപ്പം ഫ്രണ്ട് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വണ്ടി വെച്ചിട്ട് നടന്നു. ഇവിടെ അടുത്ത് തന്നെ നടക്കാൻ മടിച്ചിട്ട് വണ്ടിയിൽ വരും. അങ്ങനെ നമ്മൾ വണ്ടിയിലെടുത്ത് എത്തി. അപ്പോൾ ഇനി പോവാം അല്ലേ? ഇതാണ് എൻ്റെ പിഗ്ഗിൻ്റെ കീ. അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്കും നിലു ബേബി എൻ്റെ കയ്യിലിരിക്കുകയായിരുന്നു. ഞാനെടുത്ത് അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കുണ്ട് ടി വിയിൽ നമ്മൾ സഫാരി ചാനലിൻ്റെ ഹിസ്റ്റോറി കാണുമായിരുന്നു. അപ്പോഴത്തേക്ക് അതിൽ ഹിറ്റ്ലറിൻ്റെ ചെറുപ്പം, അതായത് ഹിറ്റ്ലർ ചെറുപ്പത്തിൽ എവിടെ നിന്ന് ആ ഒരു 20 വയസ്സ് ആ ഒരു പ്രായത്തിലൊക്കെയുള്ള, അതായത് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് എന്നൊക്കെയുള്ള ആ ഒരു സ്റ്റേജ്, ഹിറ്റ്ലറിൻ്റെ ആ ഒരു സ്റ്റേജ് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം ഞാൻ നിലു ബേബി ഇങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുക, നല്ല ശ്രദ്ധിച്ചങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇങ്ങനെ കാണുന്നത് നല്ലതാണ് കേട്ടോ ഹിസ്റ്ററിയൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് നിലു ബേബിയൊക്കെ പോവുക. അങ്ങനെ നിലു ബേബി പോയപ്പോൾ മിന്നു ഭയങ്കരമായ കരച്ചിലായിരുന്നു. നിലു പോയതിന്. മിന്നു ചിത്രയുടെ മോളാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ്. മോൾക്ക് 3 വയസ്സാവുന്നേ ഉള്ളൂ. 3 വയസ്സല്ല, മോൾക്ക് 3 വയസ്സ് കഴിഞ്ഞു. അപ്പം ഭയങ്കര കരച്ചിലായിരുന്നു നിലു പോയി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ നമ്മുടെ സ്വന്തം പാർലറായ ഇൻസ്റ്റയിൽ പോയി. അവിടെ ചേച്ചിയെ വിളിച്ചപ്പോൾ ചേച്ചി ഇല്ലായിരുന്നു. പിന്നെ പ്രിൻസിയാണ്. മോളുടെ മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നായിരുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് അത്ര ലെങ്ത് ഒന്നും വേണ്ട മുടിക്ക്, ഒരു +2 വരെയൊന്നും മുടിയുടെ ലെങ്ത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ മുടി കട്ട് ചെയ്ത് കൊടുത്തു. ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.